നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ചിങ്ങമാസത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന ദിനവും അതെപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാകുന്നു. ജ്യോതിഷത്തിൽ സൂര്യനെ അവലംബിച്ചാണ് എല്ലാ ഗ്രഹങ്ങളെയും നിലനിൽപ്പ്. സൂര്യനാണ് ആത്മപ്രഭാവകാരകൻ. ഈ സൂര്യൻ ദുർബലമായ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 1201 ചിങ്ങമാസം 1-ാം തീയതി, അതായത് 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഞായറാഴ്ച കാലത്ത് 1:45 സൂര്യൻ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. സൂര്യൻ്റെ മൂലക്ഷേത്രമാകുന്നു ചിങ്ങൻ രാശി. സൂര്യന് 45 ഡിഗ്രി ബലം സിംഹൻ രാശിയിലെ ആദ്യത്തെ 20 ദിവസക്കാലം ലഭിക്കുന്നു. സൂര്യൻ്റെ ഉച്ചക്ഷേത്രം നിങ്ങൾക്കറിയാം, മേടൻ രാശിയാകുന്നു. മേടം 10 ഉദയം അത്യുച്ഛം, അതുവരെ സൂര്യൻ വളരെ ബലവാനാണ്. അപ്രകാരം തന്നെ സൂര്യന് 45 ഡിഗ്രി ബലം, മൂലക്ഷേത്ര ബലം ചിങ്ങം രാശിയിൽ ചിങ്ങം 20 വരെയുള്ള ദിനങ്ങളിൽ ലഭിക്കുന്നു. ഇത് വളരെയധികം ഒരു വ്യക്തിയുടെ പ്രഭാവത്തിനും കഴിവുകൾക്കുമൊക്കെ അംഗീകാരം കിട്ടി ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് ഈ ചിങ്ങമാസം. പ്രത്യേകിച്ച് ചിങ്ങമാസം 20 വരെയുള്ള മൂലക്ഷേത്ര ദിനങ്ങൾ. നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എപ്രകാരം ഈ സൂര്യൻ മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നമ്മുടെ ചർച്ചാ വിഷയം. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മേടൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 5-ാം ഭാവാധിപനായി അതേ ഭാവത്തിൽ തന്നെ നിൽക്കുന്നു. എന്താണ് 5-ാം ഭാവം? പ്രജ്ഞാ, മേധ, പ്രതിഭ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, അമാത്യ, തനൂജാഹ, പഞ്ചമത, സൗമനസ്യമപി ചിന്ത്യം. നല്ല മനസ്സിനെ ചിന്തിക്കേണ്ടത് 5-ാം ഭാവം കൊണ്ടാണ്. പ്രജ്ഞ നമ്മുടെ ബുദ്ധി, പ്രതിഭ ബുദ്ധിയുടെ പൂർണ്ണത, വിവേകശക്തി നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ്, പൂർവികമായ പുണ്യങ്ങൾ, പുരാതനം പുണ്യം, മന്ത്രങ്ങൾ, മന്ത്രി, സന്താനങ്ങൾ, ഇതൊക്കെ 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. ഈ ഭാവങ്ങൾക്കൊക്കെ തന്നെ സൂര്യൻ ബലം നൽകുന്നു. സൂര്യൻ പാപഗ്രഹമാണ്. അത് മറ്റേ ക്ഷേത്രത്തിൽ 5-ാം ഭാവത്തിൽ പോയി നിന്നാൽ ആ ഭാവങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പക്ഷേ ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ മൂലക്ഷേത്രത്തിൽ നിൽക്കുന്ന സൂര്യൻ ആ ഭാവങ്ങൾക്കൊക്കെ തന്നെ ബലമുണ്ടാക്കുന്നു. ബുദ്ധി, പ്രതിഭ, സന്താനങ്ങൾ, വിവേകശക്തി, പൂർവികമായ പുണ്യങ്ങൾ, മന്ത്രം, മന്ത്രിജോലി, ഇതിനെല്ലാം തന്നെ സൂര്യൻ വളരെയധികം ബലത്തെ പ്രദാനം ചെയ്യും. ഇവിടെ 5-ാം ഭാവത്തിന് ദുർബലതയില്ല. ഭാവം ബലവാനാണ്. ഏതൊരു ഗ്രഹത്തിനും തൻ്റെ സ്വന്തം വീട്ടിൽ ബലമാണ്. ഇവിടെ മൂലക്ഷേത്ര ബലമാണ് സൂര്യന്. അതിനാൽ മേൽപ്പറഞ്ഞ 5-ാം ഭാവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വളരെ ഗുണം തരും. പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ ബുദ്ധി ഒരു പൂർണ്ണതയിലെത്തിക്കുവാൻ ഈ ഒരു സമയം വളരെ പ്രദാനം ചെയ്യും. ബൗദ്ധികമായ തലത്തിൽ അങ്ങേയറ്റം വളരുവാനും അതിലൂടെ അർഹമായത് നേടിയെടുക്കുവാനും, അത് അംഗീകാരം സർക്കാരിൽ നിന്നായാലും ഫെലോഷിപ്പ് ലഭിക്കുവാനോ അല്ലെങ്കിൽ പഠനം സംബന്ധിച്ച് അന്യ രാജ്യങ്ങളിൽ പോകുവാനോ ഒക്കെ തന്നെ വളരെയധികം ഗുണം പ്രദാനം ചെയ്യും. മേടൻ രാശിയുടെ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. മേടൻ രാശിയുടെ സ്വഭാവം തന്നെ അടനഹ, സഞ്ചരിക്കുക എന്നതാണ്. അപ്പോൾ സഞ്ചരിക്കുന്ന ധർമ്മം പഠനത്തിലൂടെ, അതിൻ്റെ ബുദ്ധിശക്തിയിലൂടെ അത് പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശേമുഷി, കഴിവ്, ബുദ്ധിശക്തി മേടൻ രാശിക്കാർക്ക് 5-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ പ്രദാനം ചെയ്യും. അതിനപ്പുറം സന്താന വിഷയത്തിന് വളരെയധികം അനുകൂലമായ സമയമാണ്. 5-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ സുഖസ്ഥാനകെ പൂർവജ അപത്യതാപി കുശാഗ്രിയ ബുദ്ധി രവോ മന്ത്രവിദ്യ. പൂർവജ അപത്യതാപി, ആദ്യ സന്താനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരും. ആദ്യ സന്താനവുമായി ബന്ധപ്പെട്ട് താപം വരും, ദുഃഖം വരും എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സന്താന വിഷയങ്ങൾക്ക് ശ്രദ്ധിക്കണം. അങ്ങേയറ്റം ശക്തനായ സൂര്യൻ 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഗർഭിണികൾക്കൊക്കെ അബോർഷന് സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടുന്ന അവസ്ഥ വരും. പലപ്പോഴും ശരീരത്തിന് ഒരു പുത്തൻ സന്താനം ജനിക്കുമ്പോഴും ശാരീരികമായി സൂര്യൻ അത്യുഷ്ണഗ്രഹമാണ്. ആ ശക്തി പലപ്പോഴും ഒരു പുത്തൻ സന്താനം വരുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ
വയറ് സംബന്ധമായ ഉദര സംബന്ധമായ രോഗങ്ങളൊക്കെ തന്നെ ഗർഭിണികൾക്കുണ്ടാകാം. അത് ശ്രദ്ധിക്കണം. കുശാഗ്രീയ ബുദ്ധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തൻ്റെ ബുദ്ധിയുടെ പൂർണ്ണത വരും. ഈ സമയത്ത് ഈ കൺസൾട്ടൻസിന് ഏറ്റവും നല്ല സമയമാണ്. നന്നായി ഉപദേശിക്കാം, ഉപദേശിച്ച് കാശുണ്ടാക്കാം. തൻ്റെ ഉപദേശം വെറുതെ ആവില്ല. ആ ഉപദേശത്തിന് തനിക്ക് കാശ് വാങ്ങാം. രഥോ മന്ത്രവിദ്യ, മാന്ത്രികമായ വിഷയങ്ങളോട് താല്പര്യം വരും. ആത്മീയമായ വിഷയങ്ങൾക്കപ്പുറത്ത് നിഗൂഢമായ ശാസ്ത്രങ്ങൾ, മാന്ത്രികമായ വിഷയങ്ങൾ പഠിക്കുവാനുള്ള അവസരം വരും. രഥോ വഞ്ചനെ സഞ്ചിയേവി പ്രമാദി. രഥോ വഞ്ചനെ, അന്യനെ വഞ്ചിച്ചിട്ട് ആണെങ്കിലും ധാരാളം കാശുണ്ടാക്കാനുള്ള താല്പര്യം വരും. അതിനാണ് ഞാൻ പറഞ്ഞത്, സർക്കാരിനെ വഞ്ചിച്ചിട്ട് തൻ്റെ ക്ലയൻസിന് കാശുണ്ടാക്കി കൊടുക്കാം. ചാർട്ടേഡ് അക്കൗണ്ടിന് അല്ലെങ്കിൽ സെൽ ടാക്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്ക് സർക്കാരിൽ നിന്ന് എങ്ങനെ തൽക്കാലം മാറ്റി നിർത്തി അല്ലെങ്കിൽ സർക്കാരിനെ ചതിച്ചുകൊണ്ട് എപ്രകാരം തന്നെ ക്ലയൻറ്റിന് കാശുണ്ടാക്കാമെന്ന ധാരാളം അവസരങ്ങൾ ഈ ഒരു മാസക്കാലം സൂര്യൻ പ്രദാനം ചെയ്യും. സഞ്ചയേബി, ധാരാളം കാശ് കൂട്ടിയെടുക്കുവാനും വളരെ താല്പര്യമുണ്ടാകും. സഞ്ചയം ചെയ്യുക, ധനത്തിൻ്റെ ധാരാളം കാശ് എപ്രകാരം ഉണ്ടാക്കാമെന്ന ബുദ്ധി ഈ സൂര്യൻ കൊടുക്കും. പ്രമാദി, അഹങ്കാരം വളരെയധികം പ്രകടിപ്പിക്കും. മൃതിക്രോഡരോഗാദിജ ഭാവനീയ, വളരെയധികം ഉദരസംബന്ധമായ രോഗം ശ്രദ്ധിക്കണം. 5-ൽ സൂര്യൻ വരുമ്പോൾ വളരെയധികം ജഠരാഗ്നി വരും. അത് സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും അപ്രകാരമാണ്. അതിനാൽ പലപ്പോഴും ഉദരസംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം. ഇത് മന്ത്രഭാവമാണ്, 5-ാം ഭാവം. അതിനാൽ ആദിത്യ ഹൃദയം മന്ത്രം ജപിക്കാം. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് തൻ്റെ മന്ത്രപതിയായ സൂര്യനെ ബലപ്പെടുത്തണം മേടൻ രാശിക്കാർ. വളരെ അനുകൂലമായ സമയം. ഈ സന്താന വിഷയത്തിലായാലും അവരുടെ ഉപരിപഠനം, അവരുടെ ഭാവി, ഇതിലൊക്കെ തന്നെ ഈ സൂര്യൻ സഹായകരമായി വർത്തിക്കുന്നു. മേടം രാശിക്കാർക്ക് മന്ത്രവിഷയങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. നന്ദി, നമസ്തേ.